السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمدك يا من أوضحت لنا سبل الهداية وأوزغت عن بصائرنا غشوة الغوايا، ونصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. നമ്മൾ ഇന്നു മുതൽ ചർച്ചയ്ക്ക് വേണ്ടി പഠനവിധേയമാക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ഏറ്റവും ഉത്തമമായ അറിവുകളിൽ, വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ, അസ്മാഉല്ലാഹുൽ ഹുസ്ന എന്ന വിഷയമാണ്. വിശാലമായി പല ക്ലാസ്സുകളിലായി എടുക്കേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് ഒരു ഇൽമിയായ ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. അല്ലാഹു കാര്യങ്ങളെ കൃത്യമായി പറയുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ അങ്ങോട്ടുള്ള എല്ലാ ഞായറാഴ്ചകളിലും മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ ഒത്തുകൂടും. വിശുദ്ധ ഖുർആനിലും അതിൻ്റെ വിശദീകരണമായ സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാരുടെ ഇജ്മാ ഉള്ള അല്ലാഹുവിൻ്റെ നാമങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മുടെ സംസാരത്തിൽ കടന്നു വരുന്ന കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ, അത് അർത്ഥമാക്കുന്നത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
നാമങ്ങളുടെ തേട്ടം എന്താണ്? അതറിയിക്കുന്നത് എന്താണ്? ഇതറിയുന്നതിലൂടെ നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ എന്താണ്? അതിലൂടെ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന സ്വഭാവ ഗുണങ്ങൾ എന്താണ്? ഇതൊക്കെയായിരിക്കും നമ്മുടെ സംസാരത്തിൽ കടന്നു വരിക. എന്തിനു വേണ്ടിയാണ് അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ, ഈമാനുള്ളവരാണെങ്കിൽ നമ്മളത് കൃത്യമായി ഉപയോഗപ്പെടുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണത് പഠിക്കുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ അതാ പറയണത്. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവും അവൻ്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവും നാം നേടുന്ന ഏതൊരു അറിവിനേക്കാളും മഹത്വമുള്ളതാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, ആ അല്ലാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവ് നാം നേടുന്ന ഏത് അറിവിനേക്കാളും മഹത്വമുള്ളതാണ്. അത് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം. ഇമാം അബൂബക്കർ ബിനു അറബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ പറയുകയാണ്, ശറഫുൽ ഇൽമി ബിശറഫിൽ മഅലൂം. അറിവിൻ്റെ മഹത്വം എന്നുള്ളത് അറിയപ്പെടുന്ന വസ്തുവിൻ്റെ മഹത്വം അനുസരിച്ചായിരിക്കും. എന്താ പറഞ്ഞേ? അറിവിൻ്റെ മഹത്വം എന്തിനെ പറ്റിയാണോ നമ്മൾ അറിയുന്നത് അതിൻ്റെ മഹത്വത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. വൽ ബാരി അഷ്റഫുൽ മഅലൂമാത്ത്, അറിയപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠനായവനാരാണ്? അല്ലാഹുവാണ്. അൽ ബാരി അല്ലാഹുവിൻ്റെ ഒരു പേരാണ്. അല്ലാഹുവിൻ്റെ ഒരു പേരാണ് അൽ ബാരി. ആ അൽ ബാരിയായ അല്ലാഹു അറിയപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠവാനാണ്. ലാ ശക്ക ഫീ. അതുകൊണ്ട് ഫൽ ഇൽം ബി അസ്മാഇഹി, അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ച് കൊണ്ടുള്ള അറിവ് അഷ്റഫുൽ ഉലൂം, അതാണ് അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. അൽഹംദുലില്ലാഹ്, അതിൻ്റെ പഠനത്തിന് വേണ്ടി അല്ലാഹു നമുക്കൊരു അവസരം നൽകി. അല്ലാഹു അതിനെ നമുക്ക് സമയത്ത് അനുകൂലമാക്കി. അല്ലാഹു നമ്മെ തിരഞ്ഞെടുത്തു. അല്ലാഹു നമ്മുടെ നീയത്തിനെ നന്നാക്കുമാറാവട്ടെ. അപ്പൊ അറിയപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ അല്ലാഹ്. ആ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ആകാശത്തിൻ്റെ താഴെ ഭൂമിക്ക് മുകളിലുള്ള ഏറ്റവും നല്ല അറിവ്. അതിന് യാതൊരു സംശയമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നാം ഇവിടെ ചെലവഴിക്കുന്ന ഈ സമയം ഏറ്റവും മഹത്വമേറിയ അറിവ് നേടിയെടുക്കാനാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അല്ലാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവ് യഥാർത്ഥത്തിൽ നേടിയെടുത്താൽ നമുക്ക് കിട്ടുന്നൊരു നേട്ടം എന്നറിയോ? അല്ലാൻ്റെ നാമങ്ങൾ നമ്മൾ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള മഹബ്ബത്ത് വർദ്ധിക്കാനാണ്. ഇതൊന്നും എൻ്റെ വാക്കുകളല്ല. അല്ലാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ച് പഠിച്ചാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള മഹബ്ബത്ത് വർദ്ധിക്കുന്നു. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ആ സ്നേഹം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയവും വർദ്ധിക്കും. സ്വാഭാവികം. ഏതൊരു വസ്തുവിനെ കുറിച്ച് നമ്മൾ അറിയും തോറും ആ വസ്തുവിനോടുള്ള സ്നേഹവും ആ വസ്തുവിനോടുള്ള സ്വീകരിക്കേണ്ട നിലപാടിൻ്റെ തോതുമൊക്കെ ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കും.
എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്തോറും സ്നേഹം വർദ്ധിക്കും. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്തോറും അവരെക്കുറിച്ചുള്ള ഭയവും നമ്മളിൽ വർദ്ധിക്കും എന്നുള്ളതാണ് വിശ്വാസികളുടെ പ്രത്യേകതയായി അള്ളാഹു പറഞ്ഞതെന്താ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 165-ാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികളാരാ? അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെന്നല്ല പറഞ്ഞത്, അശദ്ദു ഹുബ്ബൻ എന്ന് പറഞ്ഞത്. ശക്തമായി അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ശക്തമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാകുന്നു വിശ്വാസികൾ. ആ ശക്തമായ സ്നേഹത്തിന്റെ ഗണത്തിലേക്ക് ഉൾപ്പെടാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് അറിയണം എന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. ഇമാം ഇബ്നു റജബുൽ ഹംബലി ഇസ്ലാമിക ലോകം കണ്ട വലിയ പണ്ഡിതനാണ്. നിങ്ങൾ ഇതിനെ ഒരു പ്രസംഗത്തിന്റെ സദസ്സായോ ഒരു ശക്തമായ സൗണ്ട് ഉണ്ടാക്കി സംസാരിക്കുന്ന ഒരു കാര്യമായോ കാണാതെ നമ്മുടെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, ശാന്തമായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്ന ഒരു സംഭവം, അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്ത് പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളിൽ ഒന്ന് അദ്ദേഹം പറയാണ്, മരുഭൂമിയിൽ, വിജനമായ മരുഭൂമിയിൽ ആരുമില്ലാത്ത സ്ഥലത്ത് ഒരാണും പെണ്ണും കണ്ടുമുട്ടുകയാണ്. ആണ് അറബിയാണ്, ഗ്രാമീണനായ അറബിയാണ്. പെണ്ണ് അറാബിയയാണ്, ഗ്രാമീണയായ പെണ്ണാണ്. ഇവർ രണ്ടുപേരുമാണ് കണ്ടുമുട്ടുന്നത്. ഇവർ രണ്ടുപേർക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ അറാബിയായ പുരുഷൻ കുറേ കാലമായിട്ട് ഈ പെണ്ണിനെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അവളുമായുള്ള സ്വകാര്യ നിമിഷങ്ങൾക്ക് വേണ്ടി ഒത്തുകിട്ടിയിരിക്കുകയാണ്. അയാളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറയാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞു. ഈ മരുഭൂപറമ്പിൽ ഇപ്പോൾ നമ്മെ കാണാൻ ആകാശത്തുള്ള നക്ഷത്രങ്ങളല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ആഗ്രഹത്തിന് നീ വഴങ്ങണം എന്ന പുരുഷൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ അറാബിയായ സഹോദരിയുടെ ഒരു വാക്ക് ഇബ്നു റജബുൽ ഹംബലി കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ആ പെണ്ണ് പറഞ്ഞത്? നമ്മെ കാണുവാൻ ഈ നക്ഷത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളോട്. ഫഅൈന മുകൗകിബുഹാ, ഫഅൈന മുകൗകിബുഹാ, ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ആ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവൻ എവിടെ? ആ പെണ്ണിനെ അറിയാത്തോണ്ടുള്ള ചോദ്യമല്ലേ അത്? നിങ്ങളത് മനസ്സിലാക്കുന്നില്ലേ? ആ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവൻ എവിടെ? അതായത് അള്ളാഹു നമ്മെ കാണുന്നില്ലേ? ഒറ്റ ചോദ്യം. ആ ഉദ്യമത്തിൽ നിന്ന് ആ അറാബിയായ മനുഷ്യൻ പിന്തിരിഞ്ഞു എന്നാണ്. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് ഈ സംഭവം കൊണ്ടുവരുന്നത് എന്തിനാ? അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവുണ്ടായി കഴിഞ്ഞാൽ അവനെ കുറിച്ചുള്ള സ്നേഹവും ഭയവും തമ്മിൽ വളരുമെന്ന് മനസ്സിലാക്കി തരാനാണ് ഈ ചെറിയ സംഭവം കൊണ്ടുവന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെ പല അവസരങ്ങൾ, ഈമാനിനെ കളഞ്ഞു കുളിക്കുന്ന പല അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും ഇന്നും കടന്നു വരാൻ എമ്പാടും അവസരങ്ങളുണ്ട്. അതിൽ നിന്ന് മാറാൻ അള്ളാഹുവിൻ്റെ അസ്മാഉകളെ പഠിച്ചാൽ മതിയെന്നാണ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വഇന്ന ലിൽ ഈമാൻ ബിഅസ്മാഇല്ലാ വസിഫാതുഹു വമഅരിഫതുഹാ യതളമ്മനു അൻവാഉ തൗഹീദ് തലാസ.
ഏറെ ശ്രദ്ധേയമായ ഒരു വരിയാണ്. അള്ളാഹുവിൻ്റെ ഉന്നതമായ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതായത് അസ്മാഉൽ ഹുസ്നയെ കുറിച്ചുള്ള അറിവ്, അതുപോലെ ആ നാമങ്ങളിലുള്ള കൃത്യമായ വിശ്വാസം, അത് തൗഹീദിന്റെ യതളമ്മനു അൻവാഉ തൗഹീദ് അസ്സലാസ, തൗഹീദിന്റെ 3 വിഭാഗങ്ങളും ഉൾപ്പെട്ട പഠനമാണത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ കേവലം അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല. അള്ളാഹിന്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കണേ? തൗഹീദിന്റെ 3 വിഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. തൗഹീദിന്റെ 3 വിഭാഗങ്ങൾ ഏതെല്ലാമാണ് നമുക്കറിയാം. ഒന്ന് തൗഹീദ് റുബൂബിയ്യയാണ്, റുബൂബിയ്യത്തിലുള്ള വിശ്വാസമാണ്. എന്താ റുബൂബിയ്യ? ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഉള്ള സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്. ഈ അഖീദയിൽ ആർക്കും തെറ്റുപറ്റിയിട്ടില്ല. അധികം ആൾക്കാർക്ക് ലോകത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇന്ന് മാറി നിന്നിട്ടുള്ളൂ. മക്കയിലെ പക്കാ മുശ്രിക്കുകൾ വരെ റുബൂബിയ്യത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്. മക്കയിലെ മുശ്രിക്കുകളോട് അല്ലാഹു പറയാൻ, നബിയെ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കുക, ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും ലാത്തയാണ് എന്നല്ല, ഉസ്സയാണ് എന്നല്ല, മറ്റുള്ള ആരാധ്യന്മാരായ മനാത്തമാരാണെന്നല്ല, പിന്നെയോ ലയഖൂലുന്ന അല്ലാഹ്, അള്ളയാണെന്ന് പറയും. റുബൂബിയ്യത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ തൗഹീദിന്റെ 3 വിഭാഗത്തിൽ ഒന്ന് റുബൂബിയ്യത്താണ്. 2 തൗഹീദുൽ ഉലൂഹിയ്യ. ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോണില്ല. ആരാധനകൾ റബ്ബിന് മാത്രം. ഒരടിമ ചെയ്യുന്ന നന്ദികളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നന്ദി ഏതാണെന്ന് അറിയങ്ങള്? അള്ളാഹിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേണ്ടിയല്ലാതെ? ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. ആ ഇബാദത്ത് റബ്ബിന് മാത്രമാക്കലാണ് റബ്ബ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വലിയ നന്ദി. ഒരു മനുഷ്യനിൽ നിന്ന് പറ്റിപ്പോകുന്ന വലിയ നന്ദികൾ എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അതുകൊണ്ടാണ് പ്രവാചകനൊന്നുമല്ലാത്ത ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേര് ഖുർആനിൽ കയറിപ്പറ്റിയത്. 31-ാമത്തെ അധ്യായം. അദ്ദേഹം തന്റെ മകന് കൊടുത്ത കുറച്ച് ഉപദേശങ്ങൾ പറയുന്നുണ്ട് ആ സൂറത്തിൽ. അതിൽ ആദ്യത്തെ ഉപദേശം എന്താ? وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. ആ വിളിയിൽ തന്നെ സ്നേഹമുണ്ട്. യാ ബുനൈ, എൻ്റെ പൊന്നുമോനെ. നമ്മളൊക്കെ നമ്മളെ മക്കളോട് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അതാ. ഈ ഡോക്ടറാകണം, ഈ എഞ്ചിനീയർ ആകണം, അറിയപ്പെട്ട ആളാകണം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. എന്തേ കാരണം? ഇന്ന ശിർക ലദുൽമുൻ അദീം. തീർച്ചയായും ശിർക്ക് എന്ന് പറയുന്നത് അത് വമ്പിച്ച പാപമാണ്, വലിയ പാതകമാണ്. അതുകൊണ്ട് ആ ശിർക്ക് തൗഹീദുൽ ഉലൂഹിയ്യ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതിൽ കടന്നു വരാൻ പാടില്ല. മൂന്നാമത് പറഞ്ഞത് ഏതാ? തൗഹീദു അസ്മാഇ വസ്സിഫാത്ത്, അല്ലാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളാണ്. അപ്പൊ ഈ അസ്മാഉ വസ്സിഫാത്ത് പഠിക്കുന്നതിലൂടെ തൗഹീദിന്റെ 3 പഠനവും വരുന്നുണ്ട് എന്ന് ഇമാം നാസിർ സഅദി റഹിമഹുള്ള പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ അറിവ് എങ്ങനെയുള്ളതാകണം? ബി അസ്മാഇഹി, അവന്റെ നാമങ്ങൾ കൊണ്ടുള്ള അറിവാകണം. വസിഫാത്തിഹി, അവന്റെ സിഫത്തുകൾ വിശേഷണങ്ങൾ കൊണ്ടുള്ള അറിവാകണം. വഅഫ്ആലിഹി, അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള അറിവാകണം. ഇതാണ് എല്ലാ നബിമാരും പറഞ്ഞത്. ലോകത്ത് കടന്നു വന്ന പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളായ പ്രവാചകന്മാരെല്ലാം ജനങ്ങളോട് പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ചാണ്, അവന്റെ നാമങ്ങളെ കുറിച്ചാണ്, അവന്റെ വിശേഷണങ്ങളെ കുറിച്ചാണ്, അവന്റെ പ്രവൃത്തികളെ കുറിച്ചാണ്. രണ്ടാമത്തത് 3 ഗുണങ്ങളുണ്ട് ഇത് പഠിച്ചെന്ന് പറഞ്ഞല്ലോ. ഒന്നതാണ്. രണ്ടാമത്തത്
അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴികൾ അന്വേഷിച്ചറിയുകയാണ് അസ്മാ വ സിഫാത്ത് പഠിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ അന്വേഷിച്ചറിയലാണ്. സഹോദരങ്ങളെ, ഈ ഇരുത്തത്തേക്കാൾ നമ്മുടെ ജീവിതത്തിൽ ചെലവഴിക്കുന്ന ഏത് സമയത്തേക്കാളും വാല്യുബിളായ സമയം ഈ സമയമാണ്. എന്ത് കാരണം? നമ്മൾ അള്ളാഹിനെ കുറിച്ച് പഠിക്കാനാണ് വന്നത്. ആരാണ് അള്ളാഹു? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകൂൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടാൻ കഴിയാത്തൊരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലയോ? ഇന്നെനിക്കൊരു പേരുണ്ട്, നിങ്ങൾക്ക് പേരുണ്ട്, ഒരു അഡ്രസ്സ് പറയാനുണ്ട്. ഇതൊന്നും പറയാനില്ലാത്തൊരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലയോ? അവിടുന്ന് നമ്മളെ കൊണ്ടുവന്ന ആ റബ്ബിനെ കുറിച്ചുള്ള അറിവ് ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും നല്ല രൂപത്തിൽ ചെലവഴിക്കുന്ന സമയങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴികൾ എന്തൊക്കെയാ? അത് നമുക്കറിയോ? നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്. എന്നാൽ അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴികൾ മൂന്നെണ്ണാണ്. ഒന്ന് ദിക്റാണ്. അള്ളാഹുവിനെ ധാരാളം ദിക്റെടുക്കുക. രണ്ടാമത്തത് ശുക്റാണ്. അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാം. മൂന്നാമത് പറഞ്ഞത് ഇബാദ, അള്ളാഹുവിന് വേണ്ടിയുള്ള ആരാധനകളാണ്. ഇതിലൂടെയാണ് നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. ദിക്റിലൂടെ, ശുക്റിലൂടെ, ഇബാദത്തിലൂടെ. വീണ്ടും പറയുന്നു, മൂന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്, മുകളിൽ പറഞ്ഞ രണ്ടെണ്ണം അനുസരിച്ച് ജീവിച്ചാൽ, പ്രവാചകന്മാരുടെ പ്രബോധന ദൗത്യത്തിന്റെ കാര്യം ഞാൻ പറയണേ, പ്രവാചകന്മാരുടെ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹിനെ പഠിപ്പിക്കലാണ്. അള്ളാഹിനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അസ്മാവ് പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ സിഫാത്ത് പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ അഫ്ആല് പഠിപ്പിച്ചു. അതാണ് അള്ളാഹുവിനെ പഠിപ്പിക്കൽ ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തത്, ആ ആരാധന ഉറച്ചതിലൂടെ അള്ളാഹുവിന് ദിക്റെടുക്കുക, ശുക്റെടുക്കുക, ഇബാദത്തെടുക്കുക. മൂന്നാമത്തത് പ്രവാചകന്മാരുടെ ദഅവത്തിന്റെ വശം. മുകളിൽ പറഞ്ഞ രണ്ടെണ്ണം ജീവിതത്തിൽ ഉണ്ടായാൽ അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചൊരു ലോകമുണ്ട്. ഏതാണ് ആ ലോകം? അൽ ജന്ന, സ്വർഗമാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. നമ്മുടെ മഅരിബിനെ കേട്ടില്ലേ? അള്ളാഹുവിനെ കൃത്യമായി വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച വിരുന്നാണ് സ്വർഗം. അള്ളാഹു സ്വർഗം നൽകി നമ്മെ ആദരിക്കുമാറാവട്ടെ. അപ്പൊ ഇതായിരുന്നു പ്രവാചകന്മാരുടെ പ്രബോധന ദൗത്യത്തിന്റെ 3 ഘട്ടങ്ങൾ. ഒന്ന്, അള്ളാഹിനെ പഠിപ്പിക്കുക. 2, ആ അള്ളാഹുവിന്റെ ശുക്റിലൂടെ, ദിക്റിലൂടെ, ഇബാദത്തിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക. 3, ഇത് രണ്ടും ചെയ്താൽ സ്വർഗമുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുക. ഇത് പറഞ്ഞത് എന്തിനാ? അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുന്നതിന്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും അറിയിക്കുവാൻ വേണ്ടിയാണ്. പ്രവാചകന്മാർ അള്ളാഹിനെ പഠിപ്പിച്ചത് അള്ളാഹിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടാണ്, അള്ളാഹുവിന്റെ സിഫാത്തുകൾ പറഞ്ഞു കൊടുത്തിട്ടാണ്, അള്ളാഹുവിന്റെ അഫ്ആലുകൾ പറഞ്ഞു കൊടുത്തിട്ടാണ്. അപ്പൊ ആ പ്രവാചകന്മാരുടെ ദൗത്യം വരെ അതായിരുന്നു എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അത്ര പ്രാധാന്യമുണ്ട് ഈ വിഷയം. ഈ പറയപ്പെട്ട അള്ളാഹുവിന്റെ നാമങ്ങളിൽ എത്ര എണ്ണം നമ്മളെ ഹിഫ്ളിലുണ്ട്? ഞാൻ ആരെയും കൊച്ചാക്കാൻ പറഞ്ഞതല്ല, അള്ളാഹുവാണ് സത്യം. ഒരു ചോദ്യം, ലളിതമായൊരു ചോദ്യം. അള്ളാഹുവിന്റെ എത്ര നാമങ്ങൾ നമുക്ക് അതിൻ്റെ ആശയങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? കേവലം അള്ളാഹിന്റെ പേരുകൾ ഇങ്ങനെ പഠിക്കുന്നല്ല, അതിന് പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല. പക്ഷെ അള്ളാഹിന്റെ സംസാരത്തിൻ്റെ ഇടയിൽ അത് വരും. അതറിഞ്ഞ് മനസ്സിലാക്കിയാൽ, അത് വെച്ച് ദുആ ചെയ്താൽ അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമെന്നാണ്. അല്ലാ എന്ന് വിളിക്കുമ്പോൾ ആ വിളി കൊണ്ടുള്ള ഉദ്ദേശം നമുക്കറിയോ? പക്ഷെ അല്ലാതെ നമ്മൾ പഠിക്കും. റബ്ബേ എന്ന് വിളിക്കുമ്പോൾ എന്താണ് റബ്ബ് കൊണ്ടുള്ള താല്പര്യം? ആ പേരിന്റെ അപ്പുറത്തേക്ക് എന്തറിയാം നമുക്കതിനെ കുറിച്ച്?
വളരെ സ്നേഹത്തോടെ ചോദിക്കുക, എന്നോടൊന്നു പോലെ ചോദിക്കുക. ശരിക്കും റബ്ബേ എന്ന് വിളിക്കുമ്പോൾ അതിൽ 3 ചേരുവകൾ വന്നു ചേരുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ പറയുമ്പോൾ വിശദീകരിക്കുന്നില്ല. സഹോദരങ്ങൾ, അതറിയുമ്പോൾ ആ വിളിക്ക് ഒരു ആഴമുണ്ടാകും. ആ ആഴത്തിൻ്റെ മാധുര്യം തൊട്ടറിയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇത്തരമൊരു അറിവ് ഇന്ന് നമ്മളിൽ അധികം ആളുകളിലും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്തുണ്ടായി? ഈ നമ്മൾ എന്ന് പറയുമ്പോൾ ഈ ഇരിക്കണ പത്താളക്കൂട്ടണകൾ, നമ്മൾ എന്ന് പറയുമ്പോൾ ഈ ഉമ്മത്ത്, ഈ മുസ്ലിം ഉമ്മ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കാത്തത് കൊണ്ട് തന്നെ എന്തുണ്ടായി? അള്ളാഹുവിൽ നിന്ന് ആളുകൾ അകന്നുപോയി. കേവലം വേദനകളും യാതനകളും, നമ്മുടെ കയ്യിൽ കത്തി കൊണ്ട് മുറിഞ്ഞാൽ എത്ര വേദനിക്കുമോ അതേ വേദനയുള്ള മനുഷ്യരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് സങ്കടങ്ങൾ പറയാൻ തുടങ്ങി. അതിന് പല മഹത്വങ്ങളും പണ്ഡിത വേഷധാരികൾ ഫത്വ ഇറക്കി പറയാൻ തുടങ്ങി. അതിൽ പാമര ജനങ്ങൾ പെട്ടുപോകുന്നു. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് വിശാലമായി അവർ അറിയാത്തത് കൊണ്ട്. പ്രതീക്ഷയിൽ അവർക്ക് അള്ളാഹുവിൽ. നമ്മൾ അങ്ങനെ ആകാൻ പറ്റുമോ? അതുകൊണ്ട് ആ 39-ാം അധ്യായത്തിന്റെ 67 അള്ളാഹ് പറഞ്ഞത് ചില കൂട്ടരെ കുറിച്ച്, മക്കാ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞതാ, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി എന്ന് പറഞ്ഞെന്താ? അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയില്ല. സഹോദരങ്ങളെ, ഇത് മക്കയിലെ അബൂജഹലിനെയും ടീമിനെയും കുറിച്ച് പറഞ്ഞതാണെങ്കിൽ ഇന്ന് ഈ ഉമ്മത്തിലെ ആളുകളും അള്ളാഹനെ കണക്കാക്കാൻ രൂപത്തിൽ കണക്കാക്കിയിട്ടുണ്ടോ? ഇപ്പോഴും ഈ ഉമ്മത്തിലെ ആൾക്കാരുടെ വിശ്വാസം എന്താ? അള്ളാഹ് ട്രാൻസ്ഫോമർ പോലെയാണ്. അള്ളാഹു ട്രാൻസ്ഫോമർ പോലെയാണ്. ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് വയർ വലിച്ച് ബൾബ് കത്തിച്ചാൽ പീസായി പോകും. എന്താണ് ആ പറഞ്ഞതിന്റെ വിശദീകരണം? അള്ളാഹുവിലേക്ക് നേരിട്ട് കൈകൾ ഉയർത്തിയാൽ നമ്മളും പീസായി പോകുന്ന ഓർമ്മ. ട്രാൻസ്ഫോമറിൽ നിന്ന് ലൈന് വഴി കരണ്ട് വരുന്നു, അങ്ങനെ ബൾബത്തിന്. ആ ലൈനാകുന്ന മഹാന്മാരിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുള്ളൂ. എഴുതി വെച്ചില്ലേ കേരളത്തിൽ? എവിടെ എത്തിയറിങ്ങൾ? അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമില്ല. ഇനി എന്താ പറയേണ്ടത്? മേലെ അവർ പിഴച്ചവരാണ് എന്ന് പ്രസംഗിക്കുന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്നു. അപ്പൊ ഇബ്രാഹിം നബിയെ ഏത് ലിസ്റ്റിൽ പെടുത്തണം? ജീവിതത്തിന്റെ സകല രംഗങ്ങളിലും അള്ളാഹുവിനെ മാത്രം അത്താണിയായി കണ്ട നമ്മുടെ ഹബീബിനെ ഏത് ലിസ്റ്റിലേക്ക് എണ്ണണം? എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലടക്കം എന്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കും എന്ന് പഠിപ്പിച്ച മഹാനായ വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് മാതൃക വേണം നമുക്ക്? എന്തുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്ന് ജനങ്ങൾ അകന്നുപോയത്? സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് പലരിലും ഇല്ലാതെയായിപ്പോയി. ഈ സിഫാത്തുകൾ മസ്മകൾ പഠിച്ചില്ല. അതന്നെ പ്രശ്നം. വേറെന്താ? നമ്മിൽ പലരും തെറ്റിൽ വല്ലാതെ മുഴുകി ഹറാമുകൾക്ക് അവസരം കിട്ടി നമ്മൾ അയക്കടെ ചാടുന്നുണ്ടാ? സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന നമുക്ക് ഈമാൻ ദുർബലമാകുന്ന സമയത്ത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കതകുകൾ കൊട്ടിയടക്കപ്പെട്ടാൽ, കർട്ടനുകൾ താഴ്ത്തപ്പെട്ടാൽ, എന്നെ ആരും കാണുന്നില്ല എന്ന് തോന്നിയാൽ ഹറാമുകളിലേക്ക് നമ്മൾ പോകാനുള്ള കാരണം എന്താ? ഇബ്നു റജബുൽ ഹംബലി പറഞ്ഞ ചരിത്രം നേരത്തെ പറഞ്ഞില്ലേ? എന്റെ ആരുമില്ലാത്ത മരുഭൂപറമ്പിൽ ഒന്ന് സമ്മതം മൂടിയാൽ സന്തോഷത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ആ ആറാബി പെണ്ണ് അല്ല കാണുന്നില്ലേ എന്ന് ചോദിച്ചെന്തുകൊണ്ടാ? ഓൾക്ക് അല്ലാൻ അറിയണോ? അസീസിന്റെ കൊട്ടാരത്തിലെ സുന്ദരിയായ ഭാര്യ എല്ലാ നിലക്കും സൗന്ദര്യവതിയായി യൂസുഫ് നബിയുടെ റൂമിലേക്ക് വന്ന് കഥകടച്ചപ്പോ ഒന്ന് തലയാട്ടിയിരുന്നെങ്കിൽ എല്ലാ ആർഭാടങ്ങളോടെയും അവിടെ സുഖിയനായി കിടക്കാമായിരുന്ന യൂസുഫ് നബി എന്തുകൊണ്ട് ഖാല മആദല്ലാഹ് എന്ന് പറഞ്ഞു? അല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയായിരുന്നു. നമ്മളിൽ പല ആളുകളും എന്തേ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ അതിലേക്ക് ചാടിപ്പോകുന്നുണ്ട്. ചില ആൾക്കാരെ കുറിച്ച് അഹ്റാഫിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയോ അവർ അതിലേക്ക് ചാടും. നാലാള് നന്മ ചെയ്യുന്ന കൂട്ടത്തിലാണോ ഒരു സജീവമാണ് നമ്മൾ ഇതിലുള്ളത്? എന്തുകൊണ്ടാണ് നമ്മളിൽ ഹറാമ് വന്നു പോകുന്നത്? ഈ നാമങ്ങളെ കുറിച്ചുകൊണ്ടുള്ള ബോധം കുറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ടാണ്.
അള്ളാഹിൻ്റെ ഒരു പേരെന്താരെങ്കിൽ നമ്മൾ പറയും. നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും ഉണ്ടെങ്കിൽ നമ്മൾ പറയും അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അർ-റഖീബ്. അർ-റഖീബ് അർ-റഖീബ് എന്ന് പറഞ്ഞെന്താരെങ്കിൽ സദാ നിരീക്ഷിക്കുന്നവനാണ്. സഹോദരങ്ങളെ, ഒരു CCTV ക്യാമറ ഉണ്ടെങ്കിൽ അടക്കം അതിൻ്റെ മുമ്പിലടക്കം പലതും ശ്രദ്ധിക്കണമല്ലോ നമ്മൾ. ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്നുള്ളത് ഓതി പഠിക്കാനുള്ളതാ. അല്ല പതിയിരുന്ന് കാത്തിരിക്കുന്നവനാണ്. അലം യഅലം ബിഅന്നല്ലാഹ യറാ, തീർച്ചയായും അല്ലാഹ് അവരെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നവർ അറിയുന്നില്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. പിന്നെന്താ ബാക്കി? ലാ തഖുദുഹു സിനത്തും വലാ നൗം. ഉറക്കമില്ല, മയക്കമില്ല. അങ്ങനെ മനുഷ്യരെ വീക്ഷിക്കുന്നവൻ. മനുഷ്യരെ മാത്രമാണോ? ലോകത്തുള്ള സകലതിനെയും. ഈ പണിയാണ് അത്ര ആര് ഏറ്റെടുത്തത്? കോഴിക്കോട് ജില്ലയിലുള്ള CM മടവൂർ ഏറ്റെടുത്തത്. പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലേ? പക്ഷെ നമ്മൾ സംസാരത്തിൽ തൗഹീദിന്റെ ഭാഗങ്ങൾ പറയുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കും. ഇതിൽ 100-ൽ 100 തൗഹീദ് നമ്മൾ പറയണോ ഇന്നത്തെ ക്ലാസ്സിൽ? അതാദ്യം നമ്മൾ പഠിക്കണം. അതുകൊണ്ടല്ല ആയിഷ ബീവി റിവായത്ത് ചെയ്ത ഹദീസ് കാണാം. മക്കത്ത് വന്നിട്ട് എന്തൊക്കെ തിന്മ ഉണ്ടായിരുന്ന നാട്ടില്? മദ്യപാനല്ലേ, വ്യഭിചാരല്ലേ, കൊലപാതകമില്ലേ, മറ്റുള്ള ഗോത്രപ്പോരുകളില്ലേ, കൊമ്പുകോർക്കലുകളില്ലേ, വർണ്ണവിവേചനങ്ങൾ ഉണ്ടായിരുന്നില്ലേ, തറവാടിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ആ പ്രശ്നങ്ങൾക്കൊന്നും ഇമ്പോർട്ടന്റ് കൊടുക്കാതെ മക്കത്തെ 13 കൊല്ലം തൗഹീദ് പറഞ്ഞത് എന്തിനാ? അത് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാള് പിന്നെ മറ്റു തെറ്റുകൾ ചെയ്യാൻ കുറച്ച് പോയിക്കും. അതാണ് ആയിഷ ബീവി റിവായത്ത് ചെയ്ത ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂൽ തൗഹീദ് അല്ലാതെ വേറെ ഏതെങ്കിലും ആയിരുന്നു മക്കക്കാരോട് പറഞ്ഞിരുന്നെങ്കിൽ മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നതെങ്കിൽ അവർ ആരും അതിൽ നിന്ന് മാറില്ലായിരുന്നു. ഓര് പറയാം എന്നിട്ട് മാറില്ലായിരുന്നു. ഞങ്ങൾ എന്താ മാറിയത്? ഒക്കെ അല്ലാഹുവിനെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ആ അറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയാണ്. സദാ നിരീക്ഷിക്കുന്നവരാണ് എൻ്റെ റബ്ബ് എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ കയറിയൊരു വിശ്വാസി പിന്നെ തെറ്റ് ചെയ്യോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലങ്ങളിൽ അള്ളാഹ് പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിൻ്റെ നാമം ഹുസ്നയാണ്. ഞാനിതാ കുറച്ച് കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അള്ളാഹുവിൻ്റെ നാമം എന്താണ്? ഹുസ്നയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. വിശുദ്ധ ഖുർആനിലെ അറാഫിലെ 180-ാമത്തെ വചനം. ഈ ആയത്തിന്റെ ഒക്കെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം. അള്ളാഹുവിന് ഏറ്റവും നല്ലതായ അത്യുത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. അത് കേവലം ദുനിയാവിലെ ജീവജാലങ്ങൾക്കും നമുക്കൊക്കെ ഉള്ള പേര് പോലെയല്ലത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അവൻ സ്വയം സ്വീകരിച്ചതാണ്. അതിന് വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. അതാണ് അള്ളാഹ് പറഞ്ഞത് അവന് ഏറ്റവും നല്ല പേരുകളുണ്ട്. എന്തിനാണ്? ഫദ്ഉഹു ബിഹാ. അത് വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക തന്നെ വേണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ വേറെയും 3 സ്ഥലങ്ങളിൽ അള്ളാഹ് പറഞ്ഞു അള്ളാഹുവിൻ്റെ നാമം ഹുസ്നയാണ്. താഹയുടെ അവസാന ഭാഗത്തുണ്ട്. വേറെയും അധ്യായങ്ങളിൽ വന്നിട്ടുണ്ട് ആ നാമങ്ങൾ. അതുകൊണ്ട് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അൽ ഹുസ്നയായത് എന്ന് നമ്മൾ അറിയണ്ടേ? അതറിയാനാണ് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിന് നമ്മളിവിടെ തുടക്കം കുറിച്ചത്. പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പരിപൂർണമായ അർത്ഥങ്ങളെയും ഉത്തമമായ ആശയങ്ങളെയുമാണ് അറിയിക്കുന്നത് എന്നാണ്. ഒരു വസ്തുവിൻ്റെ പൂർണ്ണത പ്രാപിച്ചവനാണ് അള്ളാഹു. നമുക്ക് കേൾക്കും, പക്ഷെ നമുക്ക് പരിമിതികളുണ്ട്. നമ്മൾ കാണും, പരിമിതികളുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ കാഴ്ചക്ക് പരിമിതികളില്ല. അതിൻ്റെ പൂർണ്ണത പ്രാപിച്ചവനാണ്. അതാണ് അൽ ബസീർ. കേൾവിയുടെ പൂർണ്ണത പ്രാപിച്ചവനാണ് അള്ളാഹു. അതാണ് സമീഅ. അങ്ങനെയാണ് ഓരോ നാമങ്ങളും പൂർണ്ണത പ്രാപിച്ചവനാണ് അത് എന്നുള്ളത്. ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ അധികം, നരകത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ അധികം
പരലോകത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ അധികം അല്ലാഹ് സ്ഥലം ഖുർആനിൽ കണ്ടെത്തിയിട്ടുള്ളത് അവന്റെ അസ്മാഉകളും സിഫാത്തുകളും പറയാനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട്? അത്ര ഇമ്പോർട്ടന്റ് ആണ് ആ വിഷയം. വീണ്ടും അദ്ദേഹം പറഞ്ഞു ഖുർആനിലെ ഏറ്റവും അഅ്ലമായ വചനം ആയത്തുൽ കുർസിയാണ്. ആ ആയത്തുൽ കുർസിയിൽ അല്ലാഹുവിന്റെ നാമങ്ങളാണ് അധികമുള്ളത്, വിശേഷണങ്ങളാണ് അധികമുള്ളത്. അതുകൊണ്ടാണ് അത്ര അല്ലാഹു അതിനെ അഅ്ലമാക്കിയത്. വിശുദ്ധ ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ആ അധ്യായത്തിൽ അല്ലാഹുവിന്റെ നാമങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഖുർആനിന്റെ 1/3 അദ്ദേഹം പറയാൻ. വിശുദ്ധ ഖുർആനിലെ 2 പ്രകാശങ്ങളാണ്, ഒന്ന് ഫാത്തിഹ സൂറത്തും മറ്റൊന്ന് ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് നമ്മൾ വിളിക്കുന്നു ആമന റസൂൽ. ഇതിൽ അല്ലാഹുവിന്റെ വിശേഷണങ്ങളും നാമങ്ങളുമാണ് അധികമുള്ളത്. അതുകൊണ്ടാണ് അത് അങ്ങനെയായത്. ദിനേന 17 വട്ടം മുസ്ലിമിന് ചെല്ലാതിരിക്കാൻ പറ്റുമോ? ഫാത്തിഹ സൂറത്ത് ചുരുങ്ങിയത് 17 റക്അത്ത് നമ്മൾ ചൊല്ലും. എന്താ ഇതൊക്കെ മഹത്വമുള്ളതാകാൻ കാരണം? ഇതിലൊക്കെ അല്ലാഹുവിന്റെ അസ്മാഉകൾ അടങ്ങിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ സിഫാത്തുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചില ബിദ്അഈ കക്ഷികൾ, ചില ബിദ്അത്തിന്റെ കക്ഷികൾ അല്ലാഹുവിന്റെ പേരുകളെ അർത്ഥമുക്തമാക്കിയത് കാണാൻ പറ്റും. അർത്ഥം പറയാൻ പറ്റില്ല. അല്ലാഹുവിന്റെ നാമങ്ങളെ, ചില വിശേഷണങ്ങളെ അങ്ങനെ അങ്ങോട്ട് അർത്ഥം പറയാൻ പറ്റൂല എന്നുള്ള ചില ബിദ്അഈ കക്ഷികൾ പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കി അവതരിപ്പിക്കുന്നവർ ഇന്നുമുണ്ട്. പിഴച്ച കക്ഷികളിൽ മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ പിഴച്ച കക്ഷികൾ എത്ര ഉണ്ടാവും? ഇവിടെ 72 ഉണ്ടാവും. ടോട്ടൽ എത്ര വിഭാഗം ഉണ്ടാവും? ഇവിടെ 73 ഉണ്ടാവും. ആ 73 ഒന്നേതാ? അഹ്ലുസുന്ന വൽ ജമാഅ, ഫിർഖത്തുൻ നാജിയ, ത്വായിഫത്തുൻ മൻസൂറ, അൽ ഖുറബാ. ഇതൊക്കെ ഒരേ ടീമിന്റെ പേരുകളാണ്. ആ 73 ഒന്ന് അഹ്ലുസുന്നയാണ്. അതിലെ നമ്മൾ പറഞ്ഞേ കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലാ വാഹിദ എന്ന് പറഞ്ഞില്ലേ? ആ 73 ഒന്ന് സ്വർഗത്തില, ബാക്കി 72 പഴച്ചതാണ്. അത് നമ്മളെ നാട്ടിൽ സുന്നി മുജാഹിദ് തബ്ലീഗ് അതിൽ തന്നെ 8-10 ടീം. അതല്ല. ഈ 73 കക്ഷികളും 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് പണ്ഡിതന്മാർ കിതാബിൽ എഴുതി വെച്ചു. 1000 കൊല്ലം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് താഹിറുൽ ബാഗ്ദാദിയുടെ. 1000 കൊല്ലം മുമ്പ് എഴുതിയതാ. അതിൽ അദ്ദേഹം 73 കക്ഷികൾ എണ്ണിയിട്ടുണ്ട്. അതിൽ ജഹ്മിയാക്കളുണ്ട്, ജബരിയാക്കളുണ്ട്, ഖദിരിയാക്കളുണ്ട്, കിറാമിയാക്കളുണ്ട്, ഖവാരിജികളുണ്ട്. അങ്ങനത്തെ കുറച്ച് ടീമുകളാണ്. അതിന്റെ ഉപോത്പലക ശാഖകളാണ് ഇനി ഈ ഉമ്മത്തിൽ അന്ത്യനാൾ വരെ ഏത് ടീം ഈ ഉമ്മത്തിൽ വന്നാലും പഴച്ചോല് വന്നാലും ഏതെങ്കിലും ഒന്നിലൊരു സാമ്യം ഉണ്ടാവും. അല്ലാതെ ഇങ്ങനല്ലേ ഉണ്ട്, അങ്ങനെ ഉണ്ടാണെങ്കിൽ കുറെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, അധികം ബിദ്അഈ കക്ഷികളും അല്ലാഹുവിന്റെ നാമത്തിന്റെ അർത്ഥം തുറന്നു പറയാൻ മടിക്കുന്നു. അല്ലാഹുവിന്റെ ആ നാമങ്ങളുടെ ആശയങ്ങളെ തുറന്നു പറയാൻ അവർ മടിക്കുന്നു. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ദുആഉൽ ഇസ്തിഫ്താഹിൽ ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയാണ്, പ്രാരംഭ പ്രാർത്ഥനയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്ന പ്രാരംഭ പ്രാർത്ഥനയിൽ ഒന്നതാണ്. നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർ വജ്ജഹത്ത് ചൊല്ലും. ചെല്ലാം, കുഴപ്പമില്ല. പക്ഷെ വജ്ജഹത്ത് അനമിനൽ മുസ്ലിമിൽ നിർത്തരുത്. അതുവരെ ചൊല്ലിയാൽ മതി എന്ന് മദ്രസന്ന് പഠിച്ചു വെച്ചു. ആ ജഹാലത്ത് ഇപ്പോഴും കൊണ്ടിറക്കുന്നുണ്ട് പല ആൾക്കാർ. അതിൻ്റെ അപ്പുറത്തേക്ക് 6 വരി ഇനിയുണ്ട്. അത് ചെല്ലാൻ കഴിയില്ല എങ്കിൽ ഇത് പഠിക്കുക. ഒരു വരിയുള്ളൂ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അതല്ല എങ്കിൽ വേറൊരു പ്രാരംഭ പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അതിന്റെ അർത്ഥം ശരിക്കും പഠിച്ചാണ്ടല്ലോ നമ്മൾ അതേ ചൊല്ലുള്ളൂ. പിന്നെ ഓരോ ആശയങ്ങള്. അല്ലാഹുവേ, എന്നെയും എൻ്റെ പാപങ്ങളെയും മശ്രിഖും മഗ്രിബും എത്ര ദൂരമാണോ
അത്ര വിദൂരമാക്കി തരണേ എന്നാണ് അല്ലാഹുമ്മ ബായിദ് ബൈനിൽ പറയണേ. ഹിമം കൊണ്ടും നല്ല വെള്ളം കൊണ്ടും വെള്ളവസ്ത്രം ശുദ്ധിയാക്കുന്നത് പോലെ തിന്മകളിൽ നിന്ന് നീ എന്നെ ശുദ്ധമാക്കണമേ എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിലേക്ക് നമ്മൾ കിടക്കണേ. ആ പ്രാരംഭ പ്രാർത്ഥനയിൽപ്പെട്ട ഒന്നാണ് ഇപ്പൊ ഞാൻ ചൊല്ലി കേൾപ്പിച്ചത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അതിലൊരു പ്രയോഗം എന്താണ്? അല്ലാഹുവേ വതബാറക ഇസ്മുക വതആല. അല്ലാഹുവിന്റെ നാമങ്ങളെല്ലാം പരിശുദ്ധമാണ്. റസൂൽ നിസ്കാരത്തിൽ പറയാൻ അല്ലാഹുവിന്റെ നാമങ്ങളെല്ലാം അനുഗ്രഹപൂർണമാണ്. അല്ലാഹുവിന്റെ നാമങ്ങളെല്ലാം നന്മകൾ നിറഞ്ഞ ആശയമുള്ളതാണ് എന്ന് റസൂലുള്ള പ്രാരംഭ പ്രാർത്ഥനയിൽ ചെല്ലാറുണ്ട് എന്നുള്ളതാണ്. ഇനി മാത്രല്ല, എൻ്റെ സംസാരത്തിന്റെ അവസാനത്തിൽ എനിക്ക് പറയുന്നത് അല്ലാഹുവിന്റെ നാമങ്ങളെല്ലാം എന്താണ്? ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ നാമങ്ങളെല്ലാം എന്താണ്? തൗഖീഫിയ്യ. എന്താണ് തൗഖീഫിയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ നാമങ്ങൾ തൗഖീഫിയ്യയാണ് എന്ന് പറഞ്ഞാൽ അത് തോന്നിയതുപോലെ പറയാൻ പറ്റില്ല. നമുക്കിഷ്ടമുള്ളത് അള്ളാഹിന്റെ മേലും പറയാൻ പറ്റില്ല. മാത്രമല്ല, മറ്റു പേരുകൾ വെച്ചുകൊണ്ട് അള്ളാഹിനെ അഭിസംബോധന ചെയ്യാനും പറ്റൂല. അള്ളാഹ്ക്ക് പറഞ്ഞ പേരുണ്ട്, അതേ പറയാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് തന്നെ അറിയാത്തത് പറയാനും പറ്റൂല. ഇനി അള്ളാഹ്ക്ക് ഇല്ലാത്ത പേര് തീരെ പറയാനും പാടുള്ളതല്ല എന്നുള്ളതാണ്. അബൂ ഇസ്ഹാഖ് അൽ ഖുറൈശി റഹിമഹുല്ല പറഞ്ഞതായി ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. അൽ അസ്മാഉ തഅഖുദു തൗഖീഫിയ്യ മിനൽ കിതാബി വസ്സുന്ന വൽ ഇജ്തിമാഇയ്യ. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ നാമങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇജ്മാഇൽ നിന്നുമാണ് സ്വീകരിക്കപ്പെടുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അല്ലാഹുവിന്റെ നാമങ്ങൾ ഖുർആനിൽ വന്നതേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹിന്റെ നാമങ്ങൾ സുന്നത്തിൽ വന്നതേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹിന്റെ നാമങ്ങൾ ലോക പണ്ഡിതന്മാരുടെ ഇജ്മാ ഉള്ളതേ പറയാൻ പറ്റുള്ളൂ. അതാണ് മഹാനായ ഇബ്നു ഇസ്ഹാഖ് അൽ ഖുറൈശി റഹിമഹുല്ലയുടെ വാക്ക്. ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയുടെ ഓദറാൻ, ഫത്ഹുൽ ബാരിയുടെ അല്ലേ കർത്താവാൻ. ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞെന്താ? അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് സ്വീകാര്യമായി കാണുന്ന ഗ്രന്ഥം സഹീഹുൽ ബുഖാരി. ആ ബുഖാരിയുടെ ഗ്രന്ഥത്തിന്റെ ശറഹ് എഴുതിയ ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി. എത്ര കൊല്ലമെടുത്തു അദ്ദേഹം? 25 കൊല്ലമെടുത്ത് എഴുതിയ ഗ്രന്ഥമാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തിയത് മാത്രം. പ്രാർത്ഥനകളൊക്കെ ഇടക്ക് ആ പണ്ഡിതന്മാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ അള്ളാന്റെ നാമം എന്താണ്? തൗഖീഫിയ്യയാണ്. ഖുർആനിലും സുന്നത്തിലും പറയപ്പെട്ടതല്ലാതെ ഒന്നും പറയാൻ പറ്റുള്ളതല്ല. വലൗ സഹ്ഹ മഅനാ, എന്റെ വാക്യത അർത്ഥം എത്ര നല്ലതാണെങ്കിലും ശരി അള്ളാഹ്ക്ക് പേരിട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മളെ വക പറ്റുമോ? ഇല്ല. വലൗ സഹ്ഹ മഅനാ. പണ്ഡിതന്മാർ പറയുന്ന ഉദാഹരണമായിട്ട് പറഞ്ഞെന്താ അറിയുന്നത്? ദാരിയാത്തിലെ 47-ാമത്തെ ആയത്ത്. ദാരിയാത്ത് 51-ാമത്തെ സൂറത്തിലെ 47-ാമത്തെ ആയത്ത്. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ചെറിയൊരായത്താണ്. ആകാശം നാം അതിനെ എൻ്റെ ബലവത്തായ കരങ്ങളാൽ സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ ഐദ് എന്ന് പറഞ്ഞ കൈ എന്നല്ല അർത്ഥം, ബലവത്ത് എന്നാണ്. ബലവത്തായ കൈകൾ എന്നാണ്. അതുകൊണ്ട് നാം സ്ഥാപിച്ചിരിക്കുന്നു. ഈ ആയത്തിനെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ നിർമ്മിച്ചവനാണ്, ഭൂമിയെ നിർമ്മിച്ചവനാണ്. അതുകൊണ്ട് ഒരാൾ പേരിടാണ് അല്ലാഹു ബന്നാ ആണ്. അല്ലാഹു എന്താണ്? ബന്നാ ആണ്. അല്ലാഹു എന്താണ്? ബന്നാ ആണ്. എന്താ ബന്നാ എന്ന് പറഞ്ഞാൽ? അവൻ നിർമ്മാതാവാണ്. അല്ലാഹു നിർമ്മാതാവാണ്. അപ്പൊ അല്ലാഹു നിർമ്മാതാവല്ലേ? ശരിക്ക് ആകാശഭൂമിയുടെ നിർമ്മാതാവല്ലേ അല്ലാഹു? അതുകൊണ്ട് അല്ലാഹുവിന് ഒരാൾ ബന്നാ എന്ന് പേരിടാൻ പറ്റുമോ? ഇല്ല. പണ്ഡിതന്മാർ പറയാണ്, അള്ളാഹ് അങ്ങനെ ഒരു പേര് അള്ളാഹ്ക്ക് എന്ത് ചെയ്തിട്ടില്ല? സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പ്രമാണങ്ങളിൽ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതാണ്. അവസാനമായിട്ട് ഞാൻ പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മാ.
അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ, ആരാണോ അത് ഇഹ്സാ ചെയ്യുന്നത്, ദഖലൽ ജന്ന. അള്ളാഹ്ക്ക് 99 നാമങ്ങളേ ഉള്ളൂ എന്നല്ല, അള്ളാഹ്ക്ക് 99 നാമുണ്ട്. അതാരാണോ ഇഹ്സാ ചെയ്യുന്നത് ഓൽക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞാല് അള്ളാഹിന്റെ പേര് കേവലം അങ്ങോട്ട് കാണാതെ പഠിക്കല്ല. പിന്നെയോ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ആ നാമത്തിന്റെ അർത്ഥം അറിയണം. അത് എന്തിനെ തേടുന്നു എന്ന് പഠിക്കണം, അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പഠിക്കണം. എന്നിട്ടത് ജീവിതത്തിൽ അതുകൊണ്ട് ദുആ ചെയ്യണം. അതാണ് ഇഹ്സാൻ എന്ന് പറയാൻ. അള്ളാഹ്ക്ക് 99 നാമങ്ങളുള്ളതെന്ന് മനസ്സിലാക്കരുത്. അള്ളാഹുവിനെ എണ്ണിയാലൊടുങ്ങാത്ത നാമങ്ങളുണ്ട് എന്ന് റസൂലുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹ് ചിലത് മറച്ചു വെച്ചിട്ടുണ്ട്, ചിലത് മലക്കുകളോട് പറഞ്ഞിട്ടുണ്ട്, ചിലത് മാത്രമേ നമുക്ക് പറഞ്ഞു. അതാണ് ഈ 99 എണ്ണം. ഈ 99 എണ്ണം ആര് പഠിച്ചോ ഓല് എവിടെ കിടക്കും? സ്വർഗത്തിൽ കിടക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരമോന്നതിക്കും പരിശുദ്ധതക്കും അനുയോജ്യമല്ലാത്ത പേരുകൾ അവൻ അഭിസംബോധന ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള വാക്കുകളാൽ അവനെ വിശേഷിപ്പിക്കാൻ പാടില്ല. അവന് മാത്രം യോജിക്കുന്നതോ അവൻ്റെ നാമവിശേഷണമായി അറിയപ്പെട്ടതോ ആയ വാക്കുകളിൽ മറ്റുള്ളവരെ വിശേഷിപ്പിക്കുക മുതലായവയെല്ലാം അള്ളാഹുവിൻ്റെ നാമങ്ങളോട് കാണിക്കുന്ന വലിയ തിന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, ആകാശത്തിന്റെ താഴെ നേടുന്ന ഇൽമുകളിൽ ഏറ്റവും നല്ല ഇൽമെന്ന് പറയുന്നത് നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് അസ്മാഉൽ ഹുസ്നയിലൂടെ 3 തൗഹീദിന്റെ വശങ്ങളും പഠിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ എൻ്റെ ക്ലാസ്സിനെ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ ഒരു നാമമായിരിക്കും നമ്മൾ പറയാം. ഉദാഹരണം റബ്ബ്. ആ റബ്ബ് ഉദ്ദേശിക്കുന്ന അതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണ്, അതായിരിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ ഗുണതലങ്ങൾ അള്ളാഹുവിനോട് റബ്ബേ എന്ന് വിളിക്കുമ്പോഴേ ഒന്നുകൂടി ടേസ്റ്റ് കൂടും, ഇഖ്ലാസ് കൂടും, ആഴത്തിൽ തൊട്ടറിയാൻ പറ്റും അല്ലേ? അതിന് നമ്മളിത് പഠിക്കണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.